ഗുഡ് മോർണിംഗ് അരുൺ. ചെറിയ സമ്മർദ്ദത്തിലാണോ അങ്ങ്? ഗുഡ് മോർണിംഗ്. ഒരു സമ്മർദ്ദമില്ല, വളരെ സന്തോഷത്തിലാണ്. ആണല്ലേ? എന്നാൽ വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ അസ്വസ്ഥനുമാണ്. അതെ, ഞാൻ അതിലേക്ക് വരാം, വനത്തിന്റെ കാര്യത്തിലേക്ക് വരാം. അതാണ് പ്രധാനപ്പെട്ട വിഷയമെങ്കിലും ഞാൻ രണ്ട് ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പാർട്ടിക്കുള്ളിലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിക്കുന്നുണ്ടല്ലോ, നേരിട്ട് തന്നെ അങ്ങോട്ട് ചോദിക്കാമെന്ന് കരുതിയതാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താ? തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനത്തിന് എ കെ ശശീന്ദ്രനാണ് തടസ്സമെന്ന നിലയിൽ വ്യാപകമായ പ്രചരണം നടത്തുന്നതിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ 2 മാസം മുമ്പ് ഞങ്ങൾ 3 പേരെയും ബോംബെയിൽ വിളിച്ചിരുന്നു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്നോട് തോമസിന് ഒരു അവസരം നൽകണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ഞാൻ ആ കാര്യത്തിൽ ഒരു വിയോജിപ്പും പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ഏത് സമയവും പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ വിവരം അദ്ദേഹത്തെ ധരിപ്പിച്ചു. എന്നാൽ ആ ഘട്ടത്തിൽ ഞങ്ങളുടെ മുമ്പിൽ, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എൻ്റെയും സംസ്ഥാന പ്രസിഡന്റിൻ്റെയും മുമ്പിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നം മുഖ്യമന്ത്രിയുടെ നിലപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ രാജിവെക്കുന്നതിലൂടെ തോമസ് മന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം. അങ്ങനെ ഉറപ്പില്ലെങ്കിൽ ഞാൻ രാജിവെക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് വേണം. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനെയും എന്നെയും വിളിച്ച് ഈ നീക്കം നടത്തരുത് എന്ന് അഭ്യർത്ഥിക്കുകയും അതിനുള്ള കാരണം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തോമസ് മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ള ആ നിമിഷം എൻ്റെ രാജിക്കത്ത് എവിടെയാണോ ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിക്കാൻ തയ്യാറാണ്. അല്ലാത്ത പക്ഷം നിന്ന് മാറ്റുക എന്ന അജണ്ടയാണെങ്കിൽ ആ അജണ്ടയോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ മുഖ്യമന്ത്രി അങ്ങയോടും പാർട്ടി സംസ്ഥാന അധ്യക്ഷനോടും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കം നടക്കുന്നതിനിടയിൽ എന്താണ് പറഞ്ഞത്? പാർട്ടിയിൽ ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി അറിഞ്ഞപ്പോൾ താങ്കളെ വിളിച്ചിരുന്നോ? അത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഒരു നീക്കം നടക്കുന്നതായി അറിയുന്നുണ്ടല്ലോ, പക്ഷെ അത് നിങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. കാരണം തോമസിനെ മന്ത്രിയാക്കുന്നതിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് എനിക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുള്ള ഘട്ടത്തിൽ നിങ്ങൾ ശശീന്ദ്രനെ പിൻവലിക്കുകയും തോമസിനെ മന്ത്രിയാക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്താൽ ശശീന്ദ്രനെ പിൻവലിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും അവകാശമുണ്ട്. അത് ചെയ്യുന്നതിന് എനിക്കൊരു തടസ്സമില്ല. പക്ഷേ തോമസിനെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സഭയിലെ അംഗമായി തോമസിനെ ഉൾക്കൊള്ളിക്കുന്നതിൽ എനിക്ക് ചില വ്യക്തിപരമായ അനിഷ്ടങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടില്ല അദ്ദേഹം. പക്ഷേ നിങ്ങൾ ഇതൊക്കെ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കണമെന്ന് പറഞ്ഞു. ഈ കാര്യം ബഹുമാനപ്പെട്ട PC ചാക്കോയുടെ സാന്നിധ്യത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ശരത് പവാറിനെ അറിയിച്ചു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 3 പേരും കൂടി പോയി മുഖ്യമന്ത്രിയെ കാണണം, പാർട്ടിയുടെ ആവശ്യം ഇതാണ് എന്ന് അറിയിക്കണം, ആ ആവശ്യത്തിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയും വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിവരം, മുഖ്യമന്ത്രിയുമായി സംസാരിച്ച വിവരം എന്നെ അറിയിക്കണം. അതറിയിച്ചാൽ ഞാൻ CPI-Mന്റെ ദേശീയ നേതൃത്വവുമായി ആശയവിനിമയം നടത്തി പരിഹാരമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കാം. ആ ഒരു ഉറപ്പിലാണ് ഞങ്ങൾ ബോംബെയിൽ നിന്ന് മടങ്ങിയത്. പിന്നെ അത് കൂടുതൽ പുരോഗമിക്കാതിരുന്നതിന് കാരണം മഹാരാഷ്ട്രയിലെ ഇലക്ഷനാണ്. ഇലക്ഷൻ കഴിയുന്നവരെ ബഹുമാനപ്പെട്ട ശരത് പവാർജിക്ക് ആ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ സംസാരിക്കാമെന്നും വിവരം അറിയിക്കാമെന്നും പറഞ്ഞു. കേരളത്തിലെ സംസ്ഥാന ഉന്നതതല യോഗം കൂടിയപ്പോൾ ഈ കാര്യം സംസ്ഥാന പ്രസിഡന്റ് അവിടെ റിപ്പോർട്ട് ചെയ്യും. അന്നെടുത്ത തീരുമാനം, ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണോ ആ തീരുമാനം അനുസരിച്ച് മുമ്പോട്ട് പോകാമെന്നും, തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലമായതുകൊണ്ട് ഇത് സംബന്ധിച്ച ഒരു കാര്യവും മാധ്യമങ്ങളിലോ മറ്റു സ്ഥലത്തോ ഉണ്ടാകാൻ പാടില്ലെന്നും തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനം നമ്മൾ എടുത്തതിന് ശേഷവും വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ വന്ന വാർത്തകളിൽ ഞാൻ അസ്വസ്ഥനാണ്.